പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 5 ചൊവ്വാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇന്നത്തെ ധ്യാനവാക്യം നമ്മെ ആദിമസഭയുടെ ഹൃദയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പെന്തിക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയായി ഇറങ്ങിയപ്പോൾ പത്രോസിന്റെ പ്രസംഗം കേട്ട് ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടു. അവർ പുതിയൊരു ആത്മീയ സമൂഹമായി മാറി. എന്നാൽ അവരൊരു സാധാരണ കൂട്ടം ആളുകൾ മാത്രമായിരുന്നില്ല. അവർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ച ആത്മാവിൽ നിറഞ്ഞ ഒരു സമൂഹമായിരുന്നു. അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് നാം ഇന്ന് ധ്യാനിക്കുന്ന വാക്യം തന്നെയാണ്. അവർ 4 കാര്യങ്ങളിൽ സ്ഥിരമായി തുടരുകയായിരുന്നു: ഉപദേശം, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന എന്നിവ. ഈ വാക്യം നമ്മോട് പറയുന്നു, സ്ഥിരതയുള്ള ആത്മീയ ശീലങ്ങൾ വിശ്വാസികളെ ശക്തരാക്കുന്നു എന്ന്. ആദിമസഭയുടെ ശക്തി അവരുടെ എണ്ണത്തിലല്ല, അവരുടെ സ്ഥിരതയിലായിരുന്നു. അവർ കേട്ട വചനത്തിൽ ഉറച്ചു നിന്നു. അവർ പഠിച്ചതിനെ ജീവിതത്തിൽ പ്രയോഗിച്ചു. അവർ തമ്മിൽ ബന്ധപ്പെട്ട് ജീവിച്ചു. അവർ ദൈവത്തോടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ നിലനിർത്തി. അതുകൊണ്ട് അവർ പ്രതിസന്ധിയിൽ ഭയപ്പെട്ടില്ല, പീഡനങ്ങളിൽ തളർന്നില്ല. അവരുടെ ജീവിതം ഒരു തെളിവായിരുന്നു. ദൈവത്തോട് സ്ഥിരമായി ബന്ധപ്പെട്ടവർ ഒരിക്കലും ദുർബലരാകില്ല എന്നതിന്. ഇന്ന് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മിൽ പലർക്കും ആത്മീയമായ ആഗ്രഹങ്ങൾ ഉണ്ട്. ആത്മീയ സ്ഥിരതയുടെ കുറവും നമ്മൾ കാണുന്നുണ്ട്. നാം ദിവസേന വചനം വായിക്കുമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ചില ദിവസങ്ങളിൽ മാത്രം വചനം വായിക്കും, ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കും. അത് ഒരു സ്ഥിരമായ ശീലമായി മാറാറില്ല. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും ആത്മീയമായി ക്ഷീണിതരാകുകയാണ്. എന്നാൽ ആദിമസഭ നമ്മെ പഠിപ്പിക്കുന്നു, ആത്മീയ വളർച്ചയ്ക്ക് സ്ഥിരത അനിവാര്യമാണ്. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശത്തിൽ സ്ഥിരമായി തുടരുന്നവരായിരുന്നു. അതായത് അവർ ദൈവവചനത്തെ അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി എടുത്തു. നാം ദിവസേന വചനം വായിക്കുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുണ്ടോ? ചിന്തിക്കണം. ദൈവവചനമില്ലാതെ ആത്മീയ വളർച്ച അസാധ്യമാണ്. വീണ്ടും അവരെക്കുറിച്ച് പറയാൻ സാധിക്കും, അവർ കൂട്ടായ്മയിൽ സ്ഥിരമായി തുടരുന്നവരായിരുന്നു. അവർ ഒറ്റപ്പെട്ട വിശ്വാസികളായിരുന്നില്ല, അവർ ഒന്നായി ജീവിച്ചു. ഇന്നത്തെ ലോകത്തിൽ പലരും ആത്മീയ ജീവിതം വ്യക്തിപരമായി മാത്രം കാണുന്നു. എന്നാൽ കൂട്ടായ്മയിൽ തന്നെയാണ് വളർച്ചയുണ്ടാകുന്നത്. മറ്റുള്ള വിശ്വാസികളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് പ്രോത്സാഹനം ലഭിക്കുന്നു, നാം തിരുത്തപ്പെടുന്നു, നാം ശക്തരാകുന്നു. വീണ്ടും അവർ അപ്പം നുറുക്കുന്നതിൽ ഉത്സാഹം കാണിച്ചു. ഇത് കർത്താവിൻ്റെ സ്മരണയാണ് നാം നിർവഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ത്യാഗം അതിലൂടെ അവർ നിരന്തരം ഓർമ്മിച്ചു. അതിലൂടെ അവർ വിനയത്തോടെ ജീവിക്കുകയും കൃതജ്ഞതയോടെ ദൈവത്തെ സേവിക്കുകയും ചെയ്തു. നമുക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കേണ്ടതില്ലേ? വീണ്ടും അവരെക്കുറിച്ച് പറയുന്നു, അവർ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഭാഗമാക്കി. പ്രാർത്ഥന അവരുടെ ശ്വാസം പോലെയായിരുന്നു. ദൈവത്തോടുള്ള ജീവനുള്ള ഒരു ബന്ധമായിരുന്നു പ്രാർത്ഥനയിലൂടെ. നമുക്കും പ്രാർത്ഥന പതിവാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് നമുക്ക് മഹത്തായ ഒരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. സ്ഥിരതയുള്ള വിശ്വാസികൾ വചനത്തിൽ ഉറച്ചവരാണ്, കൂട്ടായ്മയിൽ വളരുന്നവരാണ്, പ്രാർത്ഥനയിൽ ജയിക്കുന്നവരാണ്. അവർ ശക്തമായ സഭയെ നിർമ്മിക്കുന്നവരുമാണ്. അതിനാൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ആദിമസഭയെ പോലെ ജീവിക്കുവാൻ ശ്രമിക്കാം. വചനത്തിൽ സമയം ചെലവഴിക്കാം. വിശ്വാസികളോടൊപ്പം കൂട്ടായ്മയിൽ നിലനിൽക്കാം. കർത്താവിൻ്റെ സ്നേഹമോർത്ത് ജീവിക്കാം. പ്രാർത്ഥനയിൽ ദൃഢരാകാം. അങ്ങനെ ജീവിക്കുമ്പോൾ
നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിന്റെ വചനത്തിൽ സ്ഥിരമായി നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസികളോടൊപ്പം ശക്തമായ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ കൃപ തരണമേ. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ദൃഢരാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.